ക്വസ്റ്റ്യൻ നമ്പർ 17. ഞാൻ ചോദ്യം പറയുമ്പോൾ അവനവന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്നെ ശ്രദ്ധിച്ചിരിക്കാം. ഇൻ ദ ഫിഗർ ദെയർ ആർ 2 ഗെയിം ബോർഡ്സ് അല്ലേ? ആ ചോദ്യത്തിനകത്ത് ഇങ്ങനെ രണ്ട് ഗെയിം ബോർഡുകളുണ്ട്. ഗെയിം ബോർഡ് 1, ഗെയിം ബോർഡ് 2. കാണാൻ പറ്റുന്നുണ്ടല്ലോ. where the small squares are all equal in size. ഈ ഒന്നാമത്തെ ഫിഗറിലും രണ്ടാമത്തെ ഫിഗറിലുമായിട്ട് കുറെ ചെറിയ സ്ക്വയറുകളുണ്ട്, ചെറിയ സമചതുരങ്ങളുണ്ട്. അതെല്ലാം സൈസിൽ വലിപ്പത്തിൽ എങ്ങനെയാണ്? ഒരേപോലെയാണ്. ഒരെണ്ണവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ബാക്കി പ്ലേയിങ് ബൈ putting dots on each game board without looking into it. നമ്മൾ നേരത്തെ ക്ലാസ് പഠിച്ചോണ്ടാണ്. ഫിഗറൊക്കെ ഒന്ന് മാറ്റി പഠിച്ചേക്കുന്നേ ഉള്ളൂ. എന്തോ പരിപാടി? ഗെയിം എന്താണ്? ഈ പടത്തിനകത്ത് കണ്ണടച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കുത്തിടണം. എന്നിട്ട് ബാക്കി ചോദ്യം, ദ ഗെയിം ഈസ് വൺ ഇഫ് ദ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഷെയ്ഡഡ് പാർട്ട്. എപ്പോഴാണ് കളിയിൽ വിജയിക്കുന്നത്? നമ്മൾ ഇടുന്ന ഡോട്ട് എവിടെ വീഴുമ്പോൾ? ആ ഷെയ്ഡഡ് പാർട്ടിൽ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴുമ്പോഴാണ് നമ്മൾ കളിയിൽ എന്ത് ചെയ്യുന്നത്? ജയിക്കുന്നത്. അത്രയും വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അതിന്റെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു വിൻ ഈഫ് പ്ലേയിങ് ഇൻ ദ ഫസ്റ്റ് ഗെയിം ബോർഡ്? ഒന്നാമത്തെ ഗെയിം ബോർഡ് ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത എന്താ? പറഞ്ഞാട്ടെ. ഒന്നാമത്തെ സാധ്യത ഉണ്ടെന്നില്ല. ഒന്നാമത്തെ സാധ്യത എന്തായാലും പ്രോബബിലിറ്റി സാധ്യത നമ്മളൊരു ഫ്രാക്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ ആര് വരും? ടോട്ടൽ വരണം. ഇവിടുത്തെ ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ഫിഗറിൽ മൊത്തം എത്ര സ്ക്വയർ ഉണ്ടെന്ന് എണ്ണി നോക്കാം. മൊത്തം എത്ര സ്ക്വയർ ഉണ്ട്? എത്ര ഉണ്ട്? ഉറപ്പാണല്ലോ. അപ്പൊ ഡിനോമിനേറ്ററിൽ നമ്മൾ 10 എഴുതണം. ഇനി ന്യൂമറേറ്ററിൽ എവിടെ കുത്തു വീഴുമ്പോഴാണ് ഇതിനെ നമ്മൾ കളിയിൽ ജയിക്കുന്നത്? ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ പടത്തിൽ ഷെയ്ഡ് ചെയ്തത് എത്ര ഉണ്ട്? 5 എണ്ണം. അപ്പൊ പ്രോബബിലിറ്റി സാധ്യത 5/10. ഇത് വെട്ടി എഴുതിയാൽ 1/2. ഓക്കെ. ഇത് എത്ര മാർക്കിന്റെ ചോദ്യമാണ്? 3 മാർക്കിന്റെ ചോദ്യം. അപ്പൊ നമ്മൾ അല്പം വിശദീകരിച്ച സ്റ്റെപ്പ് എഴുതണം. there are total 10 squares in the first figure of which 5 are shaded. So probability equal 5/10 equal 1/2 എന്ന് എഴുതുമ്പോഴാണ് ആൻസർ കറക്റ്റ് ആണ്. അങ്ങനെയാണോ ആൻസർ എഴുതിയേക്ക് നോക്കിയാട്ടെ. അല്ലാതെ നേരിട്ട് 5/10 അഥവാ 1/2 എന്ന് എഴുതിയാൽ എന്ത് കിട്ടത്തില്ല? മാർക്ക് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് അവിടെ ഉണ്ടോ നോക്കിക്കേ. ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്റ്റെപ്പ് അങ്ങോട്ട് എഴുതിക്കേ. 1 എന്ന സബ് ക്വസ്റ്റ്യൻ നമ്പർ അവിടെ സൈഡിലോട്ട് കൂട്ടിച്ചേർത്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എഴുതിയില്ലേ? അത് നിങ്ങളെ സ്കൂളിൽ ഓക്കെ. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്ര എണ്ണം? 10. അടുത്ത വരിയിൽ ഓഫ് വിച്ച് 5 are shaded. Of which 5 are shaded. അതിൽ of which 5 are shaded. അടുത്ത വരിയിൽ പ്രോബബിലിറ്റി സാധ്യത സമം പ്രോബബിലിറ്റി സാധ്യത വേണ്ടതില്ല. പ്രോബബിലിറ്റി സാധ്യത 5/10. കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ ചോദ്യം വായിച്ചാട്ടെ. പ്ലേയിങ് വിത്ത് വിച്ച് ഗെയിം ബോർഡ് ഗീവ്സ് ബെറ്റർ ചാൻസ് ടു വിൻ. ചോദ്യത്തിന്റെ അർത്ഥം ഈ കളിയിൽ ജയിക്കാനായിട്ട് ഒന്നാമത്തെ ഗെയിം ബോർഡ് വെച്ച് കളിക്കുന്നതാണോ നല്ലത്, അതോ രണ്ടാമത്തെ ഗെയിം ബോർഡ് വെച്ച് കളിക്കുന്നതാണോ നല്ലത്? അതിന്റെ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം കൂടെ കണ്ടുപിടിക്കണം?
രണ്ടാമത്തെ ബോർഡ് വെച്ച് കളിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയും കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ 2 എന്ന നമ്പർ ഇട്ടിട്ട് ഇതുപോലൊന്ന് സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. അവിടെ മൊത്തം എത്ര സ്ക്വയർ? അവിടെ മൊത്തം എത്ര സ്ക്വയർ? 14. അവിടെ മൊത്തം എത്ര സ്ക്വയർ? അപ്പൊ എഴുതുക, there are total 15 squares. There are total 15 squares. 15 squares. മൊത്തം എത്ര സ്ക്വയർ ഉണ്ട്? ഹലോ, മൊത്തം എത്ര സ്ക്വയർ ഉണ്ട്? 15 എണ്ണം ഉണ്ട്. ആ രണ്ടാമത്തെ ഫിഗറിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? എത്ര എണ്ണം ഉണ്ട്? 7. 2, 3, 2, 5, 2, 7. Of which 7 are shaded. Of which 7 are shaded. അതിൽ 7 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വരിയിൽ പ്രോബബിലിറ്റി ഈക്വൽ 7/15. 7/15. ഇനി ഇതിൽ ഏത് ഗെയിം ബോർഡ് എടുത്താലാണ് ജയിക്കാൻ സാധ്യത എന്നല്ലേ ചോദ്യം. അപ്പൊ നമ്മൾ ഈ 2 പ്രോബബിലിറ്റിയും കൂടെ എന്ത് ചെയ്യണമെന്ന് കമ്പയർ ചെയ്യണം. എന്ത് ചെയ്യണം? ബോർഡിലേക്ക് നോക്കാം. 5/10 ഉണ്ട്, 7/15 ഉണ്ട്. ഇത് കമ്പയർ ചെയ്യുന്ന എളുപ്പമാർഗം ഞാൻ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ? അതെ, ഡിനോമിനേറ്റർ സെയിം നോക്കണ്ടേ. ഈ 15 ഇങ്ങോട്ടും ഗുണിക്കുക, ഈ 10 ഇങ്ങോട്ടും ഗുണിക്കുക. 5 × 15. 15 I 5 25, ശിഷ്ടം 2, 1 5 5 2 7 75. ഇവിടെ ഗുണിക്കുമ്പോ 7 × 10 = 70. 75 ആണോ വലുത്, 70 ആണോ വലുത്? 75. അപ്പൊ ഇവർ രണ്ടുപേരിൽ ആരാ വലുത്? ഈ 2 ഫ്രാക്ഷനിലെ ആരാ വലുത്? 5/10 ആണ് വലുത്. ആരാ വലുത്? 5/10 ആണ് വലുത്. ഈ 5/10 എന്ന് പറയുന്നത് ഒന്നാമത്തേന്റെ പ്രോബബിലിറ്റി ആയിരുന്നോ രണ്ടാമത്തേന്റെ പ്രോബബിലിറ്റി ആണോ? ഒന്നാമത്തേന്റെ പ്രോബബിലിറ്റി ആണ് വലുത്. അപ്പൊ ഏത് ഗെയിം ബോർഡ് എടുത്താലാണ് കളിയിൽ ജയിക്കാൻ ചാൻസ് കൂടുതൽ? അപ്പൊ എന്ത് എഴുതേണ്ടത്? ഇത്ര എഴുതിയതിനു ശേഷം പ്ലേയിങ് വിത്ത് ഫസ്റ്റ് ഗെയിം ബോർഡ് ഉണ്ടെന്നില്ല. ഗെയിം ബോർഡ് is better chance to win. Okay. In the figure, a circle with the center C is divided into 3 sectors. ഇവിടെ സി സെന്ററായ, സി കേന്ദ്രമായ ഒരു വൃത്തത്തിനെ 3 സെക്ടറുകളാക്കി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്ടർ, ഇത് രണ്ടാമത്തെ സെക്ടർ, ഇത് മൂന്നാമത്തെ സെക്ടർ. 9ാം ക്ലാസ്സിൽ ഒരു പാഠത്തിൽ വളരെ വിശദമായിട്ട് സെക്ടറിനെ കുറിച്ച് പഠിച്ചതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ടൈമിൽ പഠിക്കാനുള്ള സോളിഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുമ്പോഴും വീണ്ടും ആരെ കുറിച്ച് പഠിക്കാനുണ്ട്? സെക്ടറിനെ കുറിച്ചുണ്ട്. സെക്ടറിന്റെ മലയാളം വൃത്താംശം എന്നാണ്. വൃത്തത്തിന്റെ ഒരു പാർട്ട്, സർക്കിളിന്റെ ഒരു പാർട്ട്. ഇവിടെ ഇപ്പൊ എത്ര പാർട്ടുണ്ട്? 3 പാർട്ട്. ബാക്കി വായിച്ചാട്ടെ. എ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സർക്കിൾ. നമ്മൾ ഈ സർക്കിളിനകത്തിൽ എന്തിടണം? ഒരു ഡോട്ട്, ഒരു കുത്തിടണം. വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ദ സർക്കിൾ. എന്തിലേക്ക് നോക്കാതെ? സർക്കിളിലേക്ക് നോക്കാതെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി? 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഈ സെക്ടറിൽ, ഈ വൃത്താംശത്തിൽ കുത്തു വീഴാനുള്ള സാധ്യതയാണ്. ഞാൻ ഇവിടെ നടത്തിയ പരീക്ഷയിൽ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ഇട്ടിരുന്നു. ഏതാണ്ട് മിക്കവാറും എല്ലാവർക്കും തെറ്റിപ്പോയൊരു സാധനമാണ്. അപ്പൊ പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് അതിന്റെ ആൻസർ ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ സംഗതി. ആ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ,
ആ വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എത്ര ഡിഗ്രി? ആ 60-നെ സർക്കിളിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ എത്ര? വൃത്തത്തിന്റെ മൊത്തത്തിലുള്ള കേന്ദ്രകോൺ എത്ര? 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6 1 6, 6 6 36. സോ ദി ആൻസർ ഈസ് 1/6. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആർക്കാണോ നോക്കിക്കേ. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആർക്കാണോ നോക്കിക്കേ. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആർക്കാണോ നോക്കിക്കേ. ആണോ? ആണോ? ഇനി അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താ? രണ്ടാമത്തെ പാർട്ട്, ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രീസ് 4/9. വാട്ട് ഈസ് എക്സ്? ചോദ്യം തിരിച്ചടിച്ചേക്കാണ്. ഈ എക്സ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള സെക്ടറിൽ, വൃത്താംശത്തിൽ കുത്തു വീഴാനുള്ള സാധ്യത എത്രയാണ്? 4/, ശ്രദ്ധിക്ക. അപ്പൊ സാധാരണഗതിയിൽ നമ്മളാണ് ഈ 4/9 കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പൊ അവര് പറഞ്ഞേക്കാണ് അവിടെ കുത്തു വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 4/9 ആണ്. 4/, അപ്പോൾ അങ്ങനാണെങ്കിൽ ഈ എക്സ് എന്താണെന്നാണ് ചോദ്യം. നമ്മൾ സാധാരണഗതിയിൽ ഈ 4/9 എന്ന് പറയുന്ന ഉത്തരം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇതേ ഉള്ളൂ. ആ പാർട്ടിന്റെ സെൻട്രൽ ആംഗിളായ എക്സിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇത് നമ്മൾ കണ്ടുപിടിച്ച പ്രോബബിലിറ്റി, ഇത് ക്വസ്റ്റ്യൻ ആക്കി പറഞ്ഞ പ്രോബബിലിറ്റി. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇവിടുന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 360 = x × 9 ആണോ? അപ്പൊ അവിടുന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കും. x = 4 × 360 ഡിവൈഡഡ് ബൈ 9. 360-നെ 9 കൊണ്ട് വെട്ടാൻ പറ്റുമോ? ഇല്ലേ? എത്ര പ്രാവശ്യം? 9 കൊണ്ടിനെ പട്ടികത്ത് 36 ഉണ്ടോ? എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പൊ 9 4 36 40. x = 4 × 4 16. 160 ഡിഗ്രി. എക്സിന്റെ വില എത്രയാണ്? 160 ഡിഗ്രി. എഴുതിയിട്ടുണ്ടായിരുന്നു? ഇല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാം. എഴുതാത്തവരും എഴുതിക്കൊണ്ട് വന്നപ്പോ തെറ്റിപ്പോയവരും കറക്റ്റ് ചെയ്യുക. What is the probability that the dot is in the shaded region? ബോർഡിലേക്ക് നോക്കാം. ഈ ഭാഗമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തിട്ടേക്കുന്നത്? ഷെയ്ഡ് ചെയ്തിട്ടേക്കുന്നത്. ഈ ഭാഗത്ത് കുത്തു വീഴാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ആ ഭാഗത്ത് കുത്തു വീഴാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അതിന്റെ എന്തറിയണം? സെൻട്രൽ ആംഗിൾ അറിയണം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ കണ്ടുപിടിക്കും? തന്നിരിക്കുന്ന രണ്ടുപേരെയും കൂടെ കൂട്ടണം. 60-ഉം നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച 160 കൂടെ കൂട്ടണം. ഇതെവിടെ നിന്ന് കുറയ്ക്കണം? 360-ൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ. അപ്പൊ 360 ഡിഗ്രി മൈനസ് 60 പ്ലസ് 160 0. 6 6 12. ശിഷ്ട 1. 1 1 2. 360-ൽ നിന്ന് 220 കുറച്ചാൽ 0. 2 4 6. 2 1 3. എത്ര ഡിഗ്രി? അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാ? 140. അപ്പോ അവിടെ കുത്തു വീഴാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞാട്ടെ. 140 ഡിവൈഡഡ് ബൈ 360. ഓരോ 0 0 വെട്ടിപ്പോയി. 14 36 എത്ര കൊണ്ട് വെട്ടാം? 2 കൊണ്ട്. 2 7 14. 2 7 14. 2 18 36. ഇത് രണ്ടുകൂടി വെട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആൻസർ 7/18. ഇങ്ങനെയാണോ ആൻസർ കിട്ടിയേക്കുന്നത്? കിട്ടാത്തൊരു കറക്റ്റ് ചെയ്യുക.
ആ ഒരു സെക്കൻഡ് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞേ. ആൻഡ് ഓൾ ദ സ്ലിപ്സ് ആർ പുട്ട് ഇൻ എ ബോക്സ്. എന്തോ ചോദ്യത്തിന് അർത്ഥം? 30 താഴെയുള്ള 2 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പർ എത്രല്ല തുടങ്ങുന്നത്? 10. അപ്പോ 10, 10, 11, 12 എക്സെട്ര എന്നിങ്ങനെ എവിടം വരെ വാക്ക് ശ്രദ്ധിച്ചു വായിക്കണം. ലെസ് ദാൻ 30 ഏതു 30-ൽ കുറവെന്നാണ്. എന്ന് പറയുമ്പോൾ 30 എഴുതാൻ പറ്റുമോ? 30 എഴുതുന്നതോടുകൂടി നമ്മുടെ ആൻസർ മൊത്തം എന്ത് ചെയ്യുന്നു ദേവികെ? തെറ്റിപ്പോകും. അപ്പൊ നമുക്ക് എവിടം വരെ മതി? 29 വരെ മതി വിഭാസ കേട്ടോ. എന്താ 29 വരെ മതി എന്ന് പറയാൻ കാര്യം? 30-ൽ താഴെ. അപ്പൊ നമ്മൾ എത്ര എഴുതി നിർത്തണം? 29 വരെ എഴുതി നിർത്തണം. അപ്പൊ ഇത് ഓരോന്നും നമ്മളെ പേപ്പർ സ്ലിപ്പിനകത്തിൽ എഴുതി എവിടെ ഇട്ടിട്ടുണ്ട്? ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഓരോ സ്ലിപ്പ് വീതം എടുക്കണം. എന്നിട്ട് അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഇതൊരു 5ന്റെ മൾട്ടിപ്പിൾ ആകാനുള്ള, 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 5. ഓക്കെ, അടുത്തത് ഈ 2 ഡിജിറ്റ് നമ്പർ ആകുമ്പോ അതിനകത്ത് 2 ഡിജിറ്റ് കാണുമല്ലോ, 2 അക്കം കാണുമല്ലോ. ആ 2 അക്കം കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം, ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടണം? 5 കിട്ടണം. അങ്ങനെ വരാനുള്ള പ്രോബബിലിറ്റി, സാധ്യതയെ ഡെസിമൽ ഫോമിൽ എഴുതണം. എന്തിനെഴുതണം? ഡെസിമൽ ഫോമിൽ. ഓക്കെ, തേർഡ് സബ് ക്വസ്റ്റ്യൻ. എന്തെല്ലാം ചോദ്യങ്ങളാണ് നോക്കിക്കേ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഈ സമ്മ തുക എന്ത് നമ്പർ ആകുന്നു? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത എന്താണ്? ഓക്കെ, ഇരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഒരു ബോക്സ് വരച്ചിട്ട് 10, 11, 12 എക്സെട്ര 29 എഴുതിയിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ എഴുതിയാട്ടെ. 10, 11, 12 എക്സെട്ര 29 വരെ എഴുതുക. ബ്രില്യൻസുകാർ എഴുതിയെടുക്കുക നല്ലതായിരിക്കും. കാരണം ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ പബ്ലിക് എക്സാമിനേഷനോട് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 10, 11, 12 എക്സെട്ര 29 വരെ. ഈ പ്രോബബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഒരാളെ വേണ്ടേ? അതെന്തുവാ? അപ്പൊ അടുത്ത വരി എഴുതുക. ടോട്ടൽ പോസിബിലിറ്റീസ്. ടോട്ടൽ പോസിബിലിറ്റീസ്, ആകെ സാധ്യതകൾ. ടോട്ടൽ പോസിബിലിറ്റീസ്, ആകെ സാധ്യതകൾ. ടോട്ടൽ പോസിബിലിറ്റീസ്, ആകെ സാധ്യതകൾ. ബോർഡ് എഴുതിയേക്കുന്ന പോലെ 10, 11, 12 എക്സെട്ര കുത്തുകുത്തിടുക. എവിടം വരെ? ഹലോ, എവിടം വരെ? 29 വരെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ വേണം. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. ഇതുവേ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, ആകെ സാധ്യതകളുടെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, ആകെ സാധ്യതകളുടെ എണ്ണം. എത്ര എണ്ണം? ഇത് മിണ്ടുന്നില്ല. ആകെ എത്ര സാധ്യത? ആകെ എത്ര സാധ്യത? 10 തൊട്ട് 30 വരെ മൊത്തം എത്ര നമ്പറുണ്ട്? എത്ര നമ്പറുണ്ട്? 20. ഉറപ്പാണോ? ഉറപ്പാണോ? ആണ്. ഇനിയാണ് നമ്മൾ ഓരോ പാർട്ടിന്റെ ആൻസറിലോട്ട് പോകുന്നത്. അതാ നമ്മുടെ ശരൺ സാറിന് സംശയമുണ്ട്. 10 തൊട്ട് 29 വരെ അദ്ദേഹം പറയുന്നത് 19 നമ്പർ എന്നാണ് പറയുന്നത്. എണ്ണി നോക്കി. അഭിപ്രായ വ്യത്യാസം നമ്മൾ വെരിഫൈ ചെയ്യുക. 10 തൊട്ട് 29 വരെ എത്ര നമ്പറുണ്ട്? ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, അവസാനത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ കുറയ്ക്കാം. 29-ൽ നിന്ന് 10 കുറച്ചാൽ
29 നിന്ന് 10 കുറച്ചാൽ 19. ആ 19നോട് ഒന്നുകൂടെ കൂട്ടുക. 20 നമ്പർ. മൊത്തം എത്ര നമ്പർ ഉണ്ട്? 20 നമ്പർ. ഇപ്പൊ സംശയം അറിയും. ഓക്കെ. ഇനി ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമ്മളെ അരിത്തമെറ്റിക് സീക്വൻസിനകത്തിൽ നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? അവസാനത്തെ ആളിൽ നിന്ന് ആദ്യത്തെ ആളിനെ കുറച്ചിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 കൂട്ടണം. ഈ കണക്കിനകത്തിലൊക്കെ കോമൺ ഡിഫറൻസ് 1 ആയതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം പറയാതെ ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറച്ചിട്ട് 1 കൂട്ടാൻ പറയുന്നതിന്റെ ഐഡിയ. ഓക്കെ. ഇനി അനുഷ്കേ, ഇനി എന്തോ ഒന്നാമത്തെ ചോദ്യം? എന്തോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ്? അപ്പൊ 1 നമ്പർ ഇടുക, മൾട്ടിപ്പിൾ ഓഫ് 5. എഴുതാത്തവരുടെ കാര്യമാണ്. എഴുതിയവര് ശരിയാണെന്ന് നോക്കിയാൽ മാത്രം മതി. മൾട്ടിപ്പിൾ ഓഫ് 5. എന്ത് എഴുതിയായിരുന്നോ? അണ്ടർലൈൻ ചെയ്തിട്ട് അടുത്ത വരിയില് പോസിബിലിറ്റി, സാധ്യതകൾ. പറഞ്ഞാട്ടെ, ഏതൊക്കെയാ പോസിബിലിറ്റീസ്? 10 തൊട്ട് 29 വരെയുള്ളതിലെ 5ന്റെ മൾട്ടിപ്പിൾസ്, 5ന്റെ ഗുണിതങ്ങൾ. 10, 15, 20, 25. ഓക്കെ. അടുത്ത വരിയിൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ എണ്ണം. നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ എണ്ണം എത്ര എണ്ണം? 4. സാർ എഴുതിയോ? അടുത്ത വരിയിൽ പ്രോബബിലിറ്റി, സാധ്യത സമം. പ്രോബബിലിറ്റി, സാധ്യത സമം 4/20, 4/20. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടി എഴുതാം. 4 1 4, 4 5 20. അപ്പൊ എത്ര കിട്ടും? 1/1. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല? കുഴപ്പമൊന്നുമില്ലല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിവാസേ, എന്തോ പറ്റി കിളി പോയി വരുത്തിയിരിക്കുന്നത്? റൈറ്റ് ഇൻ ഡെസിമൽ ഫോം. എന്ത് ഫോമിൽ എഴുതണം? ആരെയാ? ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 5. നമ്മൾ ഈ 10 തൊട്ട് 29 വരെയുള്ള നമ്പറുകളിൽ നിന്ന് നമ്മൾ ഒരു നമ്പർ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന നമ്പറിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. ആ 2 ഡിജിറ്റ് 2 അക്കം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മാളവിയെ കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 5 വരണം. എത്ര വരണം? തന്നെ ഇങ്ങോട്ട് നോക്കിയിരിക്കുക. അപ്പൊ 2 നമ്പർ ഇട്ടിട്ട് സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 5. സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 5. ആദ്യം സാധാരണക്കാരൻ ആലോചിക്കുന്ന മെത്തേഡ് നമുക്ക് ആലോചിച്ച് നോക്കാം. അടുത്ത നമ്പർ 10. കൂട്ടിയാൽ 5 വരുമോ? ഇല്ല. 11, 12, 13, 14 വരും. അപ്പൊ എഴുതുക പോസിബിലിറ്റീസ്. സാധ്യതകൾ 14. 15 ഇല്ല. 16, 17, 18, 19, 20, 21, 22, 23 വരും. 24, 25, 26, 27, 28, 29. അപ്പൊ എത്ര പേര്? 2 ആളുകൾ. ആരൊക്കെ? 14ഉം 23. അപ്പൊ അടുത്ത വരിയിൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ എണ്ണം. നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ എണ്ണം എത്ര എണ്ണം? ഹലോ, എത്ര എണ്ണം? 2. അടുത്തനിൽ 2. അടുത്ത വരിയിൽ പ്രോബബിലിറ്റി, സാധ്യത സമം. സാധ്യത സമം 2/20. വെട്ടി എഴുതിയാൽ 1/10. പക്ഷെ ഇങ്ങനെ നിർത്താനല്ല അവർ പറഞ്ഞേക്കുന്നത്. ഇത് എന്ത് ഫോമിൽ എഴുതണം? ഡെസിമൽ ഫോമിൽ, ദശാംശ രൂപത്തിൽ എഴുതണം. 1/10 ഡെസിമൽ ഫോം 0.1. അപ്പൊ 2 കറക്റ്റ് ആയല്ലോ. എന്താണ് തേർഡ് സബ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഹെഡിങ് 3 എന്ന നമ്പർ ഇട്ടിട്ട്
sum of the digits being a perfect square. Sum of the digits being a perfect square. പെർഫെക്റ്റ് സ്ക്വയറിന്റെ മലയാളം പൂർണ്ണവർഗം. അക്കങ്ങളുടെ തുക കൂട്ടുമ്പോ സം ഓഫ് ദ ഡിജിറ്റ്സ് എടുക്കുമ്പോ എന്ത് നമ്പർ വരണം? പെർഫെക്റ്റ് സ്ക്വയർ. ഇനി എല്ലാരും ബോർഡിലേക്ക് നോക്കിയിരുന്നേ. എന്താണ് ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ? നാച്ചുറൽ നമ്പേഴ്സിന്റെ അഥവാ കൗണ്ടിങ് നമ്പേഴ്സിന്റെ അഥവാ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളെ, സ്ക്വയറുകളെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ. എക്സാമ്പിൾ പറഞ്ഞാട്ടെ. ഒന്നിന്റെ സ്ക്വയറായ 1, 2ന്റെ സ്ക്വയറായ 4, 3ന്റെ സ്ക്വയറായ 9, ഇവരെയൊക്കെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മൾ എടുക്കുന്ന 2 ഡിജിറ്റ് നമ്പറിനകത്തിലെ രണ്ടക്ക സംഖ്യക്കകത്തിലെ സം ഓഫ് ദ ഡിജിറ്റ് അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുമ്പോ അത് എന്ത് നമ്പർ ആകാനുള്ള സാധ്യത? ദേവികെ, പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത. നോക്കാം. ആദ്യത്തെ ആള് 10. ഓക്കെ, നിങ്ങളെ പറയണ്ട. 1ഉം 0ഉം കൂടെ കൂട്ടിയാൽ 1. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ആണ്. അപ്പൊ ആദ്യത്തെ ആളാരാ? അടുത്ത ആളാരാ? 10. എഴുതിയാട്ടെ. പോസിബിലിറ്റീസ്. അവനിതിന് മനസ്സിലായില്ല. 1ഉം 0ഉം കൂടെ കൂട്ടി എത്ര കിട്ടുന്ന അവനിയതേ? 1ഉം 0ഉം കൂടെ കൂട്ടിയാൽ 1. ആ 1 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയറായ 1 അല്ലേ? ഈ 1 എന്ത് നമ്പരാ? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ആരെ എടുക്കാം? 10നെ എടുക്കാം. 11 പറ്റുമോ? ഇല്ല. കാരണം 1 ഒന്നുകൂടെ കൂട്ടിയാൽ 2 വരുന്നത്. 12 ഇല്ല. 13 പറ്റും. കാരണം 1ഉം 3ഉം കൂടെ കൂട്ടിയാൽ 4 ആണ്. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയറാണ്. അപ്പൊ 13 ആയി. 14, 15, 16, 17, 18 പറ്റും. കാരണം 1 8 കൂടെ കൂട്ടിയാൽ 9 കിട്ടും. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ്. ഓക്കെ. 19 ഇല്ല. 20 ഇല്ല. 21, 22 പറ്റും. കാരണം 2ഉം 2ഉം കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് 4 ആണ്. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയറാണ്. 23, 24, 25, 26, 27. കാരണം 2 7 കൂടെ കൂട്ടിയാൽ 9 കിട്ടും. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയറാണ്. ഓക്കെ. 28 ഇല്ല. 29 ഇല്ല. അപ്പൊ ഇത്രയും പേരിലാണ് കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ എന്ത് നമ്പർ വരുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ വരും. അടുത്ത വരിയിൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ എണ്ണം. നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ എണ്ണം. എത്ര എണ്ണം? മിണ്ടുന്നില്ല. എത്ര എണ്ണം? 5 എണ്ണം. എത്ര എണ്ണമാണ്? 5. അപ്പൊ പ്രോബിലിറ്റി, സാധ്യത സമം 5/20. വെട്ടി എഴുതിയാൽ 5 1 5, 5 4 20. സോ ദി ആൻസർ ഈസ് 1/. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. ഒരു സെക്കൻഡ്. എ ബോക്സ് കണ്ടെയ്ൻസ് 10 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 15 വൈറ്റ് ബീഡ്സ്. ഒരു ബോക്സിനകത്ത് 10 കറുത്ത മുത്തുകളും 15 വെളുത്ത മുത്തുകളും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം? 20. ആരിപ്പൊ എഴുതണ്ട, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. 25. അടുത്തത് എന്തു ആവണി എന്റെ അർത്ഥം? അപ്പൊ അവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 40. 2 ബോക്സിലെയും കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. അടുത്തത് ഓരോ ബോക്സിൽ നിന്നും ഓരോ ബീഡ്, ഓരോ മുത്ത് വീതം എടുക്കണം. ഒന്നാമത്തേതിൽ നിന്നും ഒരെണ്ണം എടുക്കണം. ഇതിനെ രണ്ടാമത്തേതിൽ നിന്നും ഒരെണ്ണം എന്ത് ചെയ്യണം? എടുക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
ആ നമ്മൾ സാധാരണ എഴുതേണ്ടുന്ന ഒരു ഉത്തരം അവരാദ്യമേ തന്നെ ചോദ്യമായിട്ട് ചോദിച്ചേക്കാണ്. ഇങ്ങനെ ഒന്നാമത്തേതിൽ നിന്ന് ഒരെണ്ണവും രണ്ടാമത്തേതിൽ നിന്ന് ഒരെണ്ണവും എടുത്താൽ നമുക്കൊരു പെയർ അല്ലേ, ഒരു ജോഡിയല്ലേ കിട്ടുന്നത്. അങ്ങനെ എത്ര പെയർ എത്ര ജോഡി കിട്ടും എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞാട്ടെ. ആ ടോട്ടൽ നമ്പർ ഓഫ് ഉണ്ടെന്നില്ല ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ്, സാധ്യമായ ജോഡികളുടെ എണ്ണം. നമ്മുടെ പാഠത്തിന്റെ ലാസ്റ്റ് സെക്ഷൻ എന്ത് വരുന്നു? മോർ പെയേഴ്സ്. പറഞ്ഞാൽ ആൻസർ 25 ഇൻറ്റു 40. 25 4 100-ഉം ഒരു 0 കൂടെ ചേർക്കുമ്പോൾ എത്ര വരും? അപ്പോ രണ്ടിൽ നിന്ന് ഓരോ ബീഡ് ഓരോ മുത്ത് വീതം എടുത്താൽ നമുക്ക് മൊത്തം എത്ര പെയർ എത്ര ജോഡി ഉണ്ടാക്കാൻ പറ്റും? 1000 ജോഡി. എത്ര ജോഡിയാണ്? ഫസ്റ്റ് പാർട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ വേഗം എഴുതിയാട്ടെ. ആർക്കെങ്കിലും ഒക്കെ ഉടനെ എന്റെ ചെറിയ തോതിലുള്ള പുരസ്കാരമൊക്കെ മേടിക്കും കേട്ടോ ചേട്ടെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ഈ 2 ബോക്സിൽ നിന്ന് എടുക്കുന്ന ബീഡുണ്ടല്ലോ, മുത്തുണ്ടല്ലോ, അതെന്താകാനുള്ള സാധ്യത? ബ്ലാക്ക് ആകാനുള്ള സാധ്യത. ബുക്കടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കാം. നമ്മൾ 2 എന്ന് നമ്പർ കൊടുക്കുന്നു. ബോത്ത് ബീയിങ് black, അപ്പോ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ എണ്ണം. പറഞ്ഞാട്ടെ. ബി കോമ എന്തോടെ ബി കോമ ബി എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൽ നിന്നും അനന്യെ ബ്ലാക്ക് കിട്ടണം, രണ്ടാമത്തേതിൽ നിന്നും എന്ത് കിട്ടണം? ബ്ലാക്ക് കിട്ടണം. ആദ്യത്തേതിൽ ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ട്? ബുക്കട ചോദിച്ചാൽ എല്ലാവരും എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. ഇന്റെ രണ്ടാമത്തേതിൽ എത്ര എണ്ണം ഉണ്ട്? 15. 10 × 15 150. അപ്പോൾ പ്രോബബിലിറ്റി സാധ്യത സമം 150 ഡിവൈഡഡ് ബൈ 1000. ഇത് വെട്ടി എഴുതാൻ താല്പര്യമുള്ളവർക്ക് വെട്ടി എഴുതാം, ഇല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. വെട്ടി എഴുതുകയാണെങ്കിൽ ഇവിടുന്ന് ഓരോ 0 വെട്ടിപ്പോകും. 15-ഉം 100-ഉം കൂടെ എത്ര കൊണ്ട് വെട്ടാം? 5 കൊണ്ട്. 5 3 15-ഉം 20 5. സോ ദി ആൻസർ ഈസ് 3/10. 3 എഴുതാത്തവരുണ്ടെങ്കിൽ 20. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതുക. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതുക. അവിടെ ഇരിക്കൂ. അപ്പൊ നമ്മൾ എടുക്കുന്ന 2 ബീഡുകളിൽ 2 മുത്തുകളിൽ കുറഞ്ഞതൊരെണ്ണം എന്താകാനുള്ള സാധ്യത? ഇങ്ങനെ 2 കണക്ക് നമ്മൾ ക്ലാസ് പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ലാസ്റ്റ് സെക്ഷനിൽ ലാസ്റ്റ് എക്സാമ്പിൾ മാങ്ങായുടെ കണക്ക്. ലാസ്റ്റ് എക്സസൈസിലെ ഒന്നാമത്തെ കണക്ക് 10A-യിലെയും 10B-യിലെയും കണക്ക്. അപ്പൊ കുറഞ്ഞതൊരെണ്ണം വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. പറഞ്ഞാട്ടെ. മിണ്ടുന്നില്ല. നമ്പർ ഓഫ് പോസിബിലിറ്റി, സാധ്യതകളുടെ എണ്ണം. W, B. അർത്ഥം പറഞ്ഞാട്ടെ. കുറച്ചുകൂടെ വിശദമാക്കി പറയൂ. ആദ്യത്തേതിൽ നിന്ന് ആവണി വൈറ്റ് ബീഡും മാളവിക രണ്ടാമത്തേതിൽ നിന്ന് ബ്ലാക്ക് ബീഡ് കിട്ടുമ്പോ ഒരെണ്ണം വൈറ്റ് ആയി. അടുത്തത് പ്ലസ് B, W. അർത്ഥം പറഞ്ഞാട്ടെ. ആദ്യത്തേതിൽ നിന്നൊരു ബ്ലാക്കും രണ്ടാമത്തേതിൽ നിന്നൊരു വൈറ്റും കിട്ടുമ്പോഴും ഒരെണ്ണം വൈറ്റ് ആകുന്നുണ്ടല്ലോ. ഓക്കെ. അടുത്തത് W, W. നമ്മളന്ന് പഠിപ്പിച്ചോ പറഞ്ഞായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോ ഏറ്റവും കൂടിയത് എന്ത് ചെയ്യണം? എടുക്കണം. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആദ്യത്തേതിൽ W എത്ര എണ്ണം?
15 ഇൻറ്റു രണ്ടാമത്തേതിൽ ബി എത്ര എണ്ണം? 15 പ്ലസ് ആദ്യത്തേതിൽ ബി 10 ഇൻറ്റു രണ്ടാമത്തേതിൽ ഡബ്ല്യു 25 പ്ലസ് ആദ്യത്തേതിൽ ഡബ്ല്യു 15 ഇൻറ്റു രണ്ടാമത്തേതിൽ ഡബ്ല്യു 20 15 ഇൻറ്റു 15 225 പ്ലസ് 10 ഇൻറ്റു 25 250 15 ഇൻറ്റു 25 ഗുണിച്ചിട്ട് പറയണേ 15 ഇൻറ്റു 25 എത്ര? 375 375 ഇത് മൂന്നൂടെ കൂട്ടിയപ്പോ എത്ര കിട്ടി? 800 അപ്പൊ പ്രോബബിലിറ്റി സാധ്യത സമം 850 ഡിവൈഡഡ് ബൈ ഓരോ 0 വീതം വെട്ടിക്കളഞ്ഞു. 85 100 കൂടെ എത്ര കൊണ്ട് വെട്ടാം? 5 കൊണ്ട്. 85നെ 5 കൊണ്ട് വെട്ടിയാൽ 17 ഡിവൈഡഡ് ബൈ 100നെ 5 കൊണ്ട് വെട്ടിയാൽ 20. സോ ദി ആൻസർ ഈസ് 17/20. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതാം. നീ ആരോടും പറയില്ലെങ്കിൽ ഇത്രയും എഴുതാതെ ഒരൊറ്റ സ്റ്റെപ്പിൽ ഉത്തരം കണ്ടുപിടിക്കാം. ഈ 3 പേരെ നിങ്ങൾ നോക്കിയാൽ ഇനി ഇതിനകത്ത് ഒരാളൂടെ വരാനുള്ളൂ. DB എന്ന് വെച്ചാൽ രണ്ടും ബ്ലാക്ക് ആകുന്നു. രണ്ടും ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റി നിങ്ങൾ മുമ്പ് കണ്ടുപിടിച്ചത് എത്ര? തൊട്ടുമുമ്പ് കണ്ടുപിടിച്ചത് അല്ല, വെട്ടിച്ചെറുതാക്കിയ ഉത്തരം എത്ര? 3/. അതാണ് രണ്ടും എന്താകാനുള്ള സാധ്യത? 3/2 അല്ലായിരുന്നു അല്ലേ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ എഴുതി വെച്ചേക്കുന്നത്? അതിന്റെ പ്രോബിലിറ്റി അല്ലേ കണ്ടുപിടിക്കണ്ടോ? ഉത്തരം കണ്ടുപിടിക്കാൻ ഒന്നിൽ നിന്ന് ഈ പ്രോബബിലിറ്റി, ഈ സാധ്യത കുറച്ചാൽ മതി. ഇനി അതെന്താ ഞാൻ പറഞ്ഞു തരാത്തതെന്ന് ചോദിച്ചാൽ അഹങ്കാരം കൊണ്ടല്ല. ഈ ഒന്നെങ്ങനെ വന്നു എന്നൊരു ചോദ്യമുണ്ട്. ഒന്നെങ്ങനെ വന്നു എന്നൊരു, അത് അടുത്ത വർഷം +1 പഠിക്കുന്ന ഒരു സാധനമാണ്. ടോട്ടൽ പ്രോബബിലിറ്റി എല്ലായ്പ്പോഴും 1 ആണ്. ആകെ സാധ്യത എല്ലായ്പ്പോഴും എത്രയാണ്? 1 ആണ്. അതിൽ ഇയാളുടെ പ്രോബബിലിറ്റി 3/20. അപ്പൊ അയാൾ ഒഴിച്ച് ബാക്കിയുള്ള 3 പേരല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഒന്നിൽ നിന്ന് 3/20 എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഇങ്ങനെയും ഉത്തരം എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. പിന്നെ ഇതെന്താ ക്ലാസ് പഠിപ്പിക്കാത്തത്? ഈ ടോട്ടൽ പ്രോബബിലിറ്റി, ആകെ സാധ്യത 1 ആണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല. അത് അടുത്ത കൊല്ലം +1 പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ അത് പറയാത്തത്. ഇങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ അഷ്ടമി എഴുന്നേറ്റിട്ട് അതിന്റെ 4ാമത്തെ ചോദ്യം വായിച്ചാട്ടെ. ഒന്ന് ബ്ലാക്കും അപ്നറെ 1 വൈറ്റും ആകാനുള്ള സാധ്യത പറഞ്ഞാട്ടെ. നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. 1 ബ്ലാക്കും 1 വൈറ്റും ഇല്ലയോ? പറഞ്ഞാട്ടെ. നമ്പർ ഓഫ് പോസിബിലിറ്റീസ് പറഞ്ഞു. എന്റെ കൂടെ തന്നെ അടുപ്പമുണ്ട്. 1 ബ്ലാക്കും 1 വൈറ്റും ആകുന്നതിന്റെ സാധ്യത, പോസിബിലിറ്റി കൂടെ തന്നെ അടുപ്പമുണ്ട്. പറയടേ. W, B + B, ഈ 2 വിധത്തിലല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ വരുമോ? ഇല്ല. പറഞ്ഞാട്ടെ. ആദ്യത്തേതിൽ W എത്ര എണ്ണം? 15. രണ്ടാമത്തേതിൽ B എത്ര എണ്ണം? 15 പ്ലസ് ആദ്യത്തേതിൽ B എത്ര എണ്ണം? 10 ഇൻറ്റു രണ്ടാമത്തേതിൽ W എത്ര എണ്ണം? 20. 15 ഇൻറ്റു 15 225. 10 ഇൻറ്റു 25 250. 225 250 കൂട്ടിയാൽ 470. അപ്പൊ പ്രോബബിലിറ്റി സാധ്യത സമം 475 ഡിവൈഡഡ് ബൈ 1000. എത്ര കൊണ്ട് വെട്ടാം? 25 കൊണ്ട് വെട്ടാം. എത്ര കൊണ്ട് വെട്ടാം? നേരിട്ട് 25 കൊണ്ട് വെട്ടാം. 475നെ 25 കൊണ്ട് വെട്ടിയത് എത്ര വരും എന്ന് പറഞ്ഞു?
475-നെ 25 കൊണ്ട് വെട്ടിയാൽ ഇല്ല 19 ആണോ? ആണോ? ഇവിടെ 100-നകത്ത് 25 4 പ്രാവശ്യമുണ്ട്. അപ്പൊ 400-നകത്ത് എത്ര പ്രാവശ്യം? 100-നകത്ത് 25 4 പ്രാവശ്യമുണ്ട്. അപ്പൊ 400-നകത്ത് എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. 16 പ്രാവശ്യം. എത്ര പ്രാവശ്യമുണ്ട്? പിന്നെ ബാക്കി ഒരു 75 ഇല്ലയോ? അതിനകത്ത് 25 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പൊ 16 3 19. 19 ഡിവൈഡഡ് ബൈ 1000-നകത്ത് 25 എത്ര പ്രാവശ്യം? 40 പ്രാവശ്യം. സോ ദി ആൻസർ ഈസ് 19 ഡിവൈഡഡ് ബൈ 40. വായിച്ചാട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 20 വായിക്ക. ഇൻ ഈച്ച് ഓഫ് ദ ഫിഗേഴ്സ് ബിലോ, അർത്ഥം താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ചിത്രങ്ങളിലും 3 ആംഗിൾ മെഷേഴ്സ് ആർ ഗിവൺ, 3 ആംഗിളുകളുടെ മെഷറുകൾ, അളവുകൾ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് ഫിഗർ, ഏത് ഫിഗറിലാണ് ഓൾ ദ 3 ആംഗിൾസ് ആർ മാർക്ക്ഡ് വിത്ത് ദി കറക്റ്റ് മെഷർമെന്റ്, കൃത്യമായ മെഷർമെന്റോട് കൂടിയ ഫിഗർ ഏതാണെന്ന് ബോർഡിലേക്ക് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് വരയ്ക്കാം. ഒന്നാമത്തെ ഫിഗറിൽ സെന്ററിൽ എത്ര ഡിഗ്രി? 100 ഡിഗ്രി. അതിന്റെ നേരെ ബാക്കിൽ ഇവിടെ എത്ര ഡിഗ്രി? 50 ഡിഗ്രി. അത് ശരിയാണോ? ആണോ? ആണ്. ഈ സെന്ററിൽ 100 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ശിഷ്ടജാപത്തിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി. അതിന്റെ താഴെ എത്ര കൊടുത്തേക്കുന്നേ? 80 ഡിഗ്രി. അത് ശരിയാണോ? അല്ല. കാരണം ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളൂടെ കൂട്ടുമ്പോ 180 വന്നാ മതി. 50ഉം 80 കൂട്ടിയാൽ 8 5 13 130 130 ആണ്. അപ്പൊ ഈ ആൻസർ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഫിഗർ, സെന്ററിൽ എത്ര ഡിഗ്രി? സെന്ററിൽ എത്ര ഡിഗ്രി? എത്ര? 110. സെന്ററിൽ 110. അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ എത്ര ഡിഗ്രി? 55. 110-ന്റെ പകുതിയാണോ 55? അപ്പൊ അത് കറക്റ്റ്. അതിന്റെ ഓപ്പോസിറ്റിൽ ഇവിടെ എത്ര ഡിഗ്രി? എത്ര? 70. അത് ശരിയാണോ? അല്ല. കാരണം 55ഉം 70 കൂട്ടിയാൽ എത്ര വരും? 105 7 5 12 125. എത്ര അവിടെ വരണ്ടേ? അപ്പൊ ഈ രണ്ടാമത്തെ ഫിഗറും തെറ്റല്ലേ? ആണ്. അല്ല. അടുത്ത എത്രാമത്തെ ചോദ്യം? അല്ല, എത്രാമത്തെ ഫിഗർ? മൂന്നാമത്തെ. നോക്കാം. ഞാനിവിടെ സംഘഗാനം പാടുമല്ല, എന്റെ കൂടെ കോറസ് പാടാൻ. പറഞ്ഞു മനസ്സിലായല്ലോ? മൂന്നാമത്തെ ഫിഗറിൽ സെന്ററിൽ എത്ര ഡിഗ്രി? കേന്ദ്രത്തിൽ എത്ര ഡിഗ്രി? 110 ഡിഗ്രി. അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ശിഷ്ടജാപത്തിൽ എത്ര ഡിഗ്രി? 55 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? ഇവിടെ എത്ര ഡിഗ്രി? 120. ഇത് ശരിയാണോ? കാരണം 125ഉം 55 കൂട്ടുന്നു. 5 5 10, 5 2 7 1 8. എത്ര ഡിഗ്രി? 180 ഡിഗ്രി. മൂന്നാമത്തെ ഫിഗർ കറക്റ്റ് ആണ്. വിഭാസം മൂന്നാമത്തെ ഫിഗർ കറക്റ്റ് ആണ്. ഇനി നാലാമത്തെ ഫിഗർ പറഞ്ഞാട്ടെ. നാലാമത്തെ ഫിഗർ പറഞ്ഞാട്ടെ. സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി? 140 ഡിഗ്രി. അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ശിഷ്ടജാപത്തിൽ എത്ര ഡിഗ്രി? 140ന്റെ പകുതിയായ 20 കൊടുത്തേക്കുന്നേ. ആണോ? ഓക്കെ. അപ്പൊ അത് കറക്റ്റ് ആണ്.
അതിന്റെ ഓപ്പോസിറ്റ് എത്ര ഡിഗ്രി? 100 ഡിഗ്രി. അത് ശരിയാണോ? അല്ല. കാരണം ഈ 100ഉം 70 കൂടെ കൂട്ടിയാൽ 170 ആവണേ കിട്ടത്തുള്ളൂ. നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു? ഉണ്ടല്ലോ. ഓക്കെ. വായിച്ചാട്ടെ, എന്തുവരും ചോദ്യം? റീഡ് ദ ടു സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചാട്ടെ. സ്റ്റേറ്റ്മെന്റ് 1. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ O ആരാണ്? സർക്കിളിന്റെ സെന്റർ ആണ്. ആൻഡ് PQ ഈസ് എ കോഡ്. PQ ആരാണ്? ഇതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അടുത്തത് ആംഗിൾ PRQ ഈക്വൽ 50 ഡിഗ്രി. ഏതാ PRQ? Pയിൽ തുടങ്ങി ആറിലൂടെ പോയി ക്യൂവിൽ അവസാനിക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാണ്? അടുത്തത് ആംഗിൾ PSQ. അതും എത്ര ഡിഗ്രിയാ? PSQ അതും 50 ഡിഗ്രിയാണ്. സ്റ്റേറ്റ്മെന്റ് 2. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. സെമി സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇതാണ് 2 സ്റ്റേറ്റ്മെന്റ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് 1ൽ പറയുന്നത് ഇവർ രണ്ടുപേരും 50 ഡിഗ്രി എന്നുള്ള, ബാക്കിയൊക്കെ പടത്തെ കുറിച്ചുള്ള കാര്യമാണ്. അത് കറക്റ്റ് ആണോ? ഇവർ രണ്ടുപേരും 50 ഡിഗ്രി ആണെന്നുള്ള കാര്യം കറക്റ്റ് ആണോ? കാരണം PQ എന്ന് പറയുന്നത് ഒരു കോഡാണ്. ഈ കോഡിൽ വെച്ച്, ഈ ഞാണിൽ വെച്ച് ഇതിനെ മുറിച്ചാൽ നിങ്ങൾക്ക് 2 സെഗ്മെന്റോ സർക്കിൾ കിട്ടും, 2 വൃത്തഖണ്ഡം കിട്ടും. അതിലെ മുകളിലത്തെ സെഗ്മെന്റോ സർക്കിളിൽ മുകളിലത്തെ വൃത്തഖണ്ഡത്തിലുള്ള 2 കോണുകളാണ്, 2 ആംഗിൾസ് ആണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് അവർ രണ്ടുപേരും അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. രണ്ടാമത്തേത് സെമി സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിള് 90 ഡിഗ്രി. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആണ്. അപ്പൊ അതും ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. ശരിയാണോ? അല്ല. അപ്പൊ ഒന്നാമത്തെ സംഗതി തെറ്റാണ്. രണ്ടാമത്തെ വായിച്ചാട്ടെ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ആണോ? അല്ല. അപ്പൊ അതും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ബാക്കി കൂടെ വായിക്കണം. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദി റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം? കാരണം സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആകുന്നത് കൊണ്ടല്ല ഈ 2 ആംഗിൾ എന്താകുന്നത്? ഈക്വൽ ആകുന്നത്. ഈ 2 ആംഗിൾ ഈക്വൽ ആകുന്നതിന്റെ കാരണം ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും എന്താകുന്നത്? ഈക്വൽ ആകുന്നത്. അപ്പൊ ഓപ്ഷൻ സി ശരിയാണോ? അല്ല. അടുത്തത് ഓപ്ഷൻ ഡി വായിച്ചാട്ടെ. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നിന്റെ കാരണമല്ല. ശരിയാണ്. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഒരെണ്ണം കൂടെ പറയാനുള്ള സമയമുണ്ട്. ഇതാർക്കെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. ഇതല്ലേ 22ാമത്തെ ചോദ്യം. വായിച്ചാട്ടെ. ഇൻ ദ ഫിഗർ എ അനക്കമില്ല ബി സി ഡി പി ആർ ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ വിത്ത് സെന്റർ O. O സെന്ററായ ഒരു സർക്കിളിലെ 4 പോയിന്റുകളാണ്, അല്ല 5 പോയിന്റുകളാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ആംഗിൾ AOB ഈസ് ഈക്വൽ 130. ഏതാണ് AOB? എയിൽ തുടങ്ങി
ഓയിലൂടെ പോയി ബിയിൽ അവസാനിക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഇത് എത്ര ഡിഗ്രിയാണ്? അതല്ലേ 130 വന്നേക്കുന്നേ. ആ, ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ആംഗിൾ എ ഡി ബി. ഏതാ ആംഗിൾ? എയിൽ തുടങ്ങി ഡിയിലൂടെ പോയി ബിയിൽ അവസാനിക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എനി ഐഡിയ? എനി ഐഡിയ? ഏതിന്റെ പകുതിയാണ്? അതെന്നെ ഇങ്ങോട്ട് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനകത്തൊരു 130 ഡിഗ്രി ഉള്ള ആംഗിൾ വന്നിട്ടില്ലേ? ആ 130 ഡിഗ്രി ഉള്ള ആംഗിൾ കണ്ടോ? ആ ആംഗിളിനെ നമുക്ക് ഇങ്ങനെ പറയാം, എ ബി എന്ന് പറയുന്ന കോഡ് അല്ലേ? ഇതല്ലേ 130 ഡിഗ്രി ആയിട്ട് പറഞ്ഞേക്കുന്നത്? ആണോ? അത് 130 ഡിഗ്രി. അപ്പൊ ഈ ആംഗിളിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എ ബി എന്ന് പറയുന്ന കോഡിന്റെ എ ബി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്ര കോണാണ് 130 ഡിഗ്രി. ഇത് നമ്മളോട് ആരെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? എ ഡി ബി. ആരെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? എ ഡി ബി. ഇത് ഈ ആംഗിളല്ലോ അല്ലേ? ഇത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ശിഷ്ടജാപത്തിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ആണോ? ആണ്. അപ്പൊ അത് 130ന്റെ പകുതിയായ എത്ര ആയിരിക്കും? അല്ലേ? ഇനി അത് കണ്ടുപിടിക്കാൻ വേറൊരു ഐഡിയ ഉണ്ട്, അത് പറയാം. അല്ല, ഇവിടെ 130. അപ്പൊ ഇവിടെ എത്ര വരും? 50. കാരണം ഇത് രണ്ടും കൂടെ ചേരുമ്പോ 180 വരണം, ലീനിയർ പെയർ ആയതുകൊണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ കിടക്കുന്നുണ്ടോ? ഈ ട്രയാങ്കിൾ ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാ. എന്ത് ട്രയാങ്കിളാണ്? അങ്ങനെ ഐസോസിലസ് ട്രയാങ്കിൾ ആയത്? ഒ എയും ഒ ബിയും റേഡിയസുകളാണ്. അപ്പോ ഇവർ രണ്ടുപേരും ഈക്വലാണ്. ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും. അപ്പോ ഇവര് രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം. പക്ഷെ ഈക്വൽ ആണെന്നല്ലാതെ എത്രയാണെന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ടോ? ഇല്ല. അതെങ്ങനെ കണ്ടുപിടിക്കും? 180 50 കുറച്ചാൽ 130. ആ 130 ഇവർക്ക് രണ്ടുപേർ കൂടെ വീതം വെച്ച് കൊടുത്താൽ എത്ര ഡിഗ്രി കിട്ടും? 65. അപ്പൊ സർക്കിളിന്റെ ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് എത്ര ഡിഗ്രി എന്ന് കിട്ടും? 65 എന്ന് കിട്ടും. എന്താണ് അടുത്ത ചോദ്യം? എന്താ ചോദ്യം? ആംഗിൾ ബി ഡി സി. ഏതാണ് ആംഗിൾ? ബിയിൽ തുടങ്ങി ഡിയിലൂടെ പോയി സിയിൽ അവസാനിക്കുന്നത് ഈ ആംഗിൾ എത്രയാണെന്ന് മുമ്പലത്തെ അതേ ഐഡിയ പ്രയോഗിക്കാം. ഇത് 130 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 130. കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പൊ ഈ മുകളിൽ കാണുന്ന ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിളാ. കാരണം ഒ ഡിയും ഒ സിയും എങ്ങനെയാണ്? ഈക്വലാണ്. ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും. അപ്പോ 130ന്റെ ബാക്കി എത്ര ഉണ്ട്? 180 ആകാൻ 50. ആ 50 ഇവിടെ 25ഉം ഇവിടെ 25ഉമായിട്ട് അങ്ങ് വീതം വെച്ചെടുക്കത്തില്ലേ? അപ്പൊ എത്ര ഡിഗ്രി വരും? 25 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? എന്താണ് എന്റെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ? ആംഗിൾ ബി പി സി. ആരെയാണ്? എന്റെ പടത്തിലെ ബി പി സി. ബിയിൽ തുടങ്ങി പിയിലൂടെ പോയി സിയിൽ അവസാനിക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എത്ര? ഇവിടെ ബി ബി ഡി സി
പി ആരാ ബി ഡി സി പി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോഡിലാണ്ടല്ല. അതിലെ പി എന്ന് പറയുന്ന വെർട്ടെക്സിലെ ആംഗിൾ അല്ലേ ആംഗിൾ ബി പി സി. ആംഗിൾ ബി പി സിയും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളുടെ പേര് പറഞ്ഞേ ആംഗിൾ ബി ഡി സി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര ഡിഗ്രി കിട്ടണം? 180. അപ്പൊ ആംഗിൾ ബി പി സി പ്ലസ് ഇത് മുമ്പത്തെ പാർട്ട് നിങ്ങൾ കണ്ടുപിടിച്ചു എത്ര ആണ്? 25. 25 ഡിഗ്രി ഈക്വൽ 180 ഡിഗ്രി. അപ്പൊ ആംഗിൾ ബി പി സി എങ്ങനെ കണ്ടുപിടിക്കും? 180 ഡിഗ്രി മൈനസ് 25. ആൻസർ 155 ഡിഗ്രി.